ഹായ് മക്കളെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ശരത് എന്നാണ്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിൻ്റെ ബേസിക് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്താണ് ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ്റെ ഒക്കെ നെയിമിങ് പഠിച്ചു. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ചോദിക്കും, സാറേ കെമിസ്ട്രി ഭയങ്കര പാടാണ്, എന്താണ് ചെയ്യുക? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബേസ് അറിഞ്ഞ് പഠിക്കുക. നമ്മളൊരു വീട് പണിയുവാന്ന് വിചാരിക്കുക, അടിത്തറയില്ലെങ്കിൽ, ബേസ് ഇല്ലെങ്കിൽ, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വീട് ഉരുണ്ട് താഴെ വീഴും കുറെ കഴിയുമ്പോൾ. അതുകൊണ്ട് കൃത്യമായിട്ട് ബേസ് അറിഞ്ഞു പഠിക്കാമെങ്കിൽ ഏറ്റവും എളുപ്പമാണ് മക്കളെ കെമിസ്ട്രി. ഈ 10ാം ക്ലാസ് ഈ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാമെങ്കിൽ +1 +2 ഒക്കെ സയൻസ് എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പമായി മാറും. ഓക്കെ ആണോ? അടിപൊളിയായിട്ട് നമ്മൾ എഡ്യൂസായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. കെമിസ്ട്രി നിങ്ങൾക്ക് A+ മേടിച്ചത് നമ്മൾ. ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം ഈ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? അപ്പൊ ഞാൻ ചോദിക്കാം, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കാം, എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഒന്നുമില്ല, ഒരു ഹൈഡ്രോ കാർബണിൽ നിന്നും ഹൈഡ്രജനാറ്റം മാറിയിട്ട് അല്ലെങ്കിൽ പോയിട്ട് വരുന്ന ആറ്റങ്ങളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളെയോ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമുക്കറിയാം, ശ്രദ്ധിക്കുക, CH4 എന്താണ്? ഒരു ഹൈഡ്രോ കാർബണ. CH4 എന്താണ്? ഒരു ഹൈഡ്രോ കാർബണ. ഇവിടുന്ന് ഒരു H പോയാൽ എന്ത് കിട്ടും? CH3 കിട്ടും. അവിടെ എന്ത് വരും? OH വരും. ഈ OH പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇതിന്റെ ഗുണം എന്താണ്? വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായോ? ഒരു ഹൈഡ്രോ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം പോയിട്ട് വരുന്ന ആറ്റങ്ങളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളെയോ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഗുണം എന്താ? OH ആയ ആൽക്കഹോളിന്റെ ഗുണം. മനസ്സിലായോ? നോക്കിയേ, CH4 ഒരു ഹൈഡ്രോ കാർബണ, ഒരു H പോകുന്നു, CH3 വരുന്നു, എന്നിട്ട് അവിടെ Cl വരുന്നു. CH3 Cl, ക്ലോറിൻ വന്നു. അപ്പൊ ഇതിന്റെ ഗുണം എന്താ? ഈ ക്ലോറിന്റെ ഗുണം വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഗുണമായിരിക്കും പിന്നെ ആ കോമ്പൗണ്ട് കാണിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, എന്താ ഹൈഡ്രോ കാർബൺ? ഹൈഡ്രജനും കാർബണും മാത്രമടങ്ങിയ കോമ്പൗണ്ട് ആണ് ഹൈഡ്രോ കാർബൺ. ആ ഹൈഡ്രോ കാർബണിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരാറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വരും. മനസ്സിലായോ? ഇതിനെ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നോക്കിയേ, ഇതൊരു ഹൈഡ്രോ കാർബണ അല്ലേ. മീതേൻ നമ്മൾ പഠിച്ചാണ്. മീതേൻ CH കണ്ട, മീതേൻ ആണ് അല്ലേ. മീതേനിൽ നിന്ന് ഒരു H പോകുന്നു, ഒരു H പോയിട്ട് അവിടെ OH വരുന്നു. OH വന്നപ്പോൾ അതിന്റെ പേരെന്തായി മാറി? മെഥനോളായി മാറി. മനസ്സിലായോ? പിന്നെ ഒരു H പോയിട്ട് അവിടെ ക്ലോറിൻ വന്നപ്പോൾ അത് ക്ലോറോമീഥേനായി. അപ്പൊ എന്താ ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹൈഡ്രോ കാർബണിൽ നിന്നും ഹൈഡ്രജൻ ആറ്റം പോയിട്ട് വരുന്ന ആറ്റങ്ങളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളെയോ പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പ്രധാനമായിട്ട് നമുക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കണം. 6 എണ്ണം പഠിക്കണം പ്രധാനമായിട്ടും. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ്സിൽ 6 എണ്ണം കിടപ്പുണ്ട്. 6 എണ്ണം പഠിക്കണം. ഒന്നാമത്തെയാണ്, ഓരോന്നും ഞാൻ പറയാം. ഒന്നാമത്തെയാണ് ആൽക്കഹോളാണ്. OH എന്ന് പറയും. ആൽക്കഹോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഒന്ന് ആൽക്കഹോൾ ആണ്, അതാണ് OH. രണ്ടാമത്തെയാണ് ഹാലജനെ X കൊണ്ട് സൂചിപ്പിക്കും. ഒന്നെങ്കിൽ അത് ക്ലോറിൻ ആകാം, ഫ്ലൂറിൻ ആകാം, ബ്രോമിൻ ആകാം,
അയഡിനാകാം. ഇതാണ് ഹാലോജൻ. ഒന്നാമത്തെ ആൽക്കഹോള് അല്ലെങ്കിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ്. 2 ഹാലജൻ. മൂന്നാമത്തെയാണ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് എന്താ? COOH ആണ് കാർബോക്സിലിക് ആസിഡ്. അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH എന്ന് വരും കാർബോക്സിലിക് ആസിഡ്. മനസ്സിലായോ? കാർബോക്സിലിക് ആസിഡ് 3 ഞാൻ പഠിച്ചു. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 1 മാർക്ക് ചോദിക്കും. അപ്പം വ്യക്തമായിട്ട് ആ ഫങ്ഷൻ ഗ്രൂപ്പ് ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് OH ആണ്. OH എന്താ? എന്റെ മക്കളെ പറഞ്ഞു. OH എന്താ? ആൽക്കഹോള്. X എന്താണ്? ഹാലജൻ. ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം, അല്ലേ? ഇനി COH എന്താ? കാർബോക്സിലിക് ആസിഡ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം C ഡബിൾ ബോണ്ട് OH എന്ന് വരും. ഇനി അടുത്തയാണ് മക്കളെ പഠിച്ചോണം ആൽഡിഹൈഡ്. എന്താണ്? ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് അതാണ് CHO ആണ് ആൽഡിഹൈഡ്. അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH. ഇതാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്. അപ്പൊ ഒന്നാമത്തെ ആൽക്കഹോള്, രണ്ടാമത്തെ ഹാലജൻ, മൂന്നാമത്തെ കാർബോക്സിലിക് ആസിഡ്, നാലാമത്തെ ആൽഡിഹൈഡ് CHO അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH എന്ന് വരും. അടുത്ത പഠിച്ചോണം. അടുത്തയാണ് കീറ്റോൺ. കീറ്റോൺ. C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ CO. C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ CO. ഇതാണ് കീറ്റോൺ. കീറ്റോൺ. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞ് ആൽക്കഹോള് OH, ഹാലജൻ ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം, ഫ്ലൂറിൻ ആകാം. ഓക്കെ ആണോ? ഇനി അടുത്തത് കാർബോക്സിലിക് ആസിഡ് COOH, ആൽഡിഹൈഡ് CHO, കീറ്റോൺ CO. പഠിച്ചല്ലോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഈതർ ആണ് ROR എന്ന് പറയും. എന്താ ഈ R എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ആൽക്കൈൽ ഗ്രൂപ്പ്. മീത്തൈല്, ഈത്തൈല്, പ്രൊപ്പൈലില്ലേ, അതാണ് 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഓരോന്നും പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെയാണ് മക്കളെ, ഒന്നാമത്തെയാണ് എന്ത്? ഒന്നാമത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത്? ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കഹോള്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൽക്കഹോളിന്റെ പേര് എഴുതുന്നത്. ഒന്നുമില്ല, ശ്രദ്ധിക്കുക. ആദ്യം ആൽക്കേൻ എഴുതുക. ആൽക്കേൻ, ശ്രദ്ധിച്ചിരിക്കുക. ആൽക്കേൻ എഴുതുക. ആൽക്കേന്റെ അകത്തുനിന്ന് ഈ അങ്ങ് കളയുക. ഈ കളഞ്ഞിട്ട് ഓളെ ചേർക്കുക. ആൽക്കേന്റെ അകത്ത് ഈ കളഞ്ഞിട്ട് ഓളെ ചേർക്കുക. അപ്പൊ എന്താണ്? ആൽക്കനോൾ എന്ന് വരും. ഈ മാറ്റം ഓളെ ചേർക്കുക. ആൽക്കനോൾ, മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ. മനസ്സിലായി? ആൽക്കേന്റെ അകത്തുനിന്ന് ഈ മാറിയിട്ട് ഈയെ കളഞ്ഞിട്ട് ഓളെ അങ്ങ് ചേർക്കുക. മനസ്സിലായോ? നീ നോക്കുക. എക്സാമ്പിള് CH4. ഇതിന്റെ പേരെന്താ? മീതേൻ. എല്ലാവർക്കും അറിയാം മീതേൻ. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. H മാറിയിട്ട് അവിടെ OH വന്നു. അപ്പോൾ എന്താണ്? മീതേന്റെ അകത്ത് ഈയെ അങ്ങ് കളയുക. ഈയെ കളഞ്ഞിട്ട് ഓളെ അങ്ങ് ചേർക്കുക. അപ്പൊ എന്താണ്? മെത്തനോൾ എന്ന് വരും. ഈ മാറ്റിയിട്ട് ഓളെ ചേർക്കുക. ഈ മാറ്റിയിട്ട് ഓളെ ചേർക്കുക. മെത്തനോൾ. മനസ്സിലായോ? ഇനി നോക്കിയേ. CH3. ഇതിന്റെ പേരെന്താ? ഈത്തേൻ. എന്താണ്? ഈത്തേൻ. ഓക്കെ. അപ്പൊ നമുക്കറിയാം. ഇനി CH3, CH2, ഒരച്ച് മാറിയിട്ട് അവിടെ OH വന്നു. അപ്പൊ ഈതേന്റെ അകത്തുനിന്ന് ഈ മാറി ഓളെ ചേർക്കണം. ഈ മാറി ഓളെ ചേർക്കണം. അപ്പൊ എന്താ? എത്തനോൾ എന്ന് വരും. എത്തനോൾ എന്ന് വരും. മനസ്സിലായോ? ഈയെ മാറ്റിയിട്ട് ഓളെ ചേർക്കുക. ഈയെ മാറ്റിയിട്ട് ഓളെ ചേർക്കുക. മനസ്സിലായോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. CH3, CH2,
CH3. ഇതിന്റെ പേരെന്താ? നമുക്കറിയാം 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രൊപ്പേൻ എന്ന് വരും. ഈ മാറ്റിയിട്ട് പ്രൊപ്പേൻ എന്ന് വരും. അടുത്ത എന്താ? ഈ ഇവിടെ നിന്ന് H പോവുകയാണ്. H പോയി കഴിഞ്ഞാൽ CH3 CH2 OH വന്നു. അപ്പോൾ പ്രൊപ്പേന്റെ അകത്ത് ഈ അങ്ങ് കളയുക, ഓളെ ചേർക്കുക, പ്രൊപ്പനോൾ എന്ന് വരും. സെറ്റാണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണ് സാറേ ഈ OH ബ്രാഞ്ചായിട്ട് വന്ന എന്ത് ചെയ്യും? ബ്രാഞ്ച് ശാഖയായിട്ട് വന്ന എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു തരാം. അതിനെല്ലാം ഇവിടെ പരിഹാരം ഉണ്ട് മക്കളെ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ചോദിച്ചതായിരിക്കും CH3 CH OH CH3. മനസ്സിലായോ? ഇവിടെ 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താ? പ്രൊപ്പേൻ എന്നാണ്, അല്ലെ? 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ പേര് പ്രൊപ്പേൻ. 3 പ്രൊപ്പേൻ, 4 ബ്യൂട്ടേൻ, 5 പെന്റേൻ, 6 ഹെക്സേൻ എന്ന് വരും. നമ്മൾ പഠിച്ച. ഇനി നമ്മുടെ ഈ OHന്റെ പൊസിഷൻ നോക്കുക. OHന്റെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് എണ്ണുക, റൈറ്റിൽ നിന്ന് എണ്ണുക, ലെഫ്റ്റിൽ നിന്ന് എണ്ണുക, റൈറ്റിൽ നിന്ന് എണ്ണുക. ഏറ്റവും ചെറിയ പൊസിഷൻ നമുക്ക് ഇവിടെ നിന്നാം 1 2 3 1 2 3. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോഴും 2, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോഴും 2. അപ്പൊ എന്താ? അപ്പം നമുക്കറിയാം പ്രൊപ്പേൻ അല്ലേ? പ്രൊപ്പേൻ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? പ്രൊപ്പേൻ ആൽക്കഹോളിന്റെ പേര് എഴുതാൻ ആൽക്കേന്റെ അകത്തുനിന്ന് അങ്ങ് കളയുക, ഓളെ ചേർക്കുക. ഓളെ ചേർക്കുക. അപ്പം ഇവിടെ ഞാൻ കളഞ്ഞു. അപ്പൊ എന്താണ്? പ്രൊപ്പാൻ എന്ന് വരും. ഓളെ ചേർക്കുന്നതിന് മുമ്പേ ആ ഓടെ പൊസിഷൻ നോക്കണം. OHന്റെ പൊസിഷൻ നോക്കണം. രണ്ടാമത്തെ പൊസിഷൻ ആയതുകൊണ്ട് പ്രൊപ്പാൻ 2 എന്ന് വരും. പ്രൊപ്പാൻ 2 എന്ന് വരും. ഇത്രയുള്ള കാര്യം. ഇനി അടുത്ത പറയട്ടെ. നിങ്ങൾ പറയണം CH3 CH2 ഇവിടെ OH. ഓക്കെ, OH CH2 CH3. ഓക്കെ, നിങ്ങൾ പറ മക്കളെ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്. 6 കാർബൺ ആറ്റം ആവുമ്പോൾ എന്ത് വരും? ഹെക്സേൻ എന്ന് വരും. എന്ത് വരും? ഹെക്സേൻ എന്ന് വരും. അവിടെ നീ മാറ്റുക. അപ്പൊ എന്താ? ഹെക്സാൻ എന്ന് വരും. ഹെക്സാൻ. ഈ മാറ്റി ഓളെ ചേർക്കണം. ഓളെ ചേർക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ OHന്റെ പൊസിഷൻ നോക്കണം. നോക്കണ്ടയോ? എത്രാമത്തെ പൊസിഷൻ ഒന്ന് പറഞ്ഞേ? 1 2 3 4 5 6. പറഞ്ഞു. 1 2 3 4 5 6. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ മൂന്നാമത്തെ പൊസിഷൻ. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷൻ. അപ്പൊ ഏത് ഏറ്റവും ചെറുത്? 3. ഹെക്സാൻ 3 എന്ന് വരും. ഇതാണ് ബ്രാഞ്ചായിട്ട് OH വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് എഴുതുക. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. നിങ്ങൾ പറയണം ഇതിലേതാണ് ശരി എന്ന് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു തരണം. പറഞ്ഞു. ഇതിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 5 ആവുമ്പോൾ പെൻറ്റേൻ വരും. പെൻറ്റേൻ്റെ അകത്തുനിന്ന് കളയുക. പെൻറ്റാൻ. കണ്ടോ? ഹൈഫ് ഇടുക. അപ്പോൾ നോക്കിയേ മക്കളെ, പിന്നെന്താണ് ഈ പറഞ്ഞ OHന്റെ പൊസിഷൻ? ഇവിടെ നിന്ന് 1 2 3 4 5. പറഞ്ഞു. 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ പൊസിഷൻ. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2ാമത്തത്. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 4ാമത്തെ. റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2. ഏറ്റവും ചെറുത് 2 പെൻറ്റാൻ 2. കണ്ട? പെൻറ്റാൻ 4 ഉണ്ട്, പെൻറ്റാൻ 2 നമ്മുടെ ആൻസർ പെൻറ്റാൻ എന്താ 2 എന്ന് വരും. മനസ്സിലായോ എല്ലാവർക്കും?
ക്ലിയർ ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പം എങ്ങനെയാണ് പേര് എഴുതുക എന്ന് മനസ്സിലായോ? ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറ്റുക, അവിടെ ഒരു ഹൈഫൻ കൊടുക്കുക, OHന്റെ പൊസിഷൻ കൊടുക്കുക, ഹൈഫൻ കൊടുക്കുക, പിന്നെ എന്താണ് ഓൾ എന്ന് ചേർക്കുക. കാര്യം സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ആ പേര് എഴുതുന്ന രീതി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. നോക്കിയേ, ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ കളയുക, ഒരു ഹൈഫൻ കൊടുക്കുക, പൊസിഷൻ ഓഫ് ദ OH ബോണ്ട്, OH ഗ്രൂപ്പിന്റെ പൊസിഷൻ കൊടുക്കുക, ഹൈഫൻ ഇടുക, ലാസ്റ്റ് ഓൾ എന്ന് ചേർക്കുക. സിമ്പിൾ. അപ്പം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോക്സൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചതാണ്. എന്താ? COOH അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH എന്ന് വരും. ഇതാണെന്ത്? കണ്ടോ? ഇതാണെന്ത്? കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് എന്താ? COOH അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH എന്ന് വരത്തില്ലേ? C ഡബിൾ ബോണ്ട് OH എന്ന് വരും. ഞാൻ ചോദിക്കട്ടെ, ആൽക്കഹോളിന്റെ പേരെങ്ങനെ പറയും? നമ്മൾ പഠിച്ചതാണ്. ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറ്റിയിട്ട് ആരെ ചേർക്കുക? ഓളെ ചേർക്കുക. എന്താ? ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറ്റിയിട്ട് ഓളെ ചേർക്കുക. അപ്പം ആൽക്കനോൾ എന്ന് വരും അല്ലെ? ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറ്റിയിട്ട് ഓളെ ചേർക്കുക, ആൽക്കനോൾ. എന്നാൽ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ആൽക്കേൻ്റെ അകത്തുനിന്ന് ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് ചേർക്കുക. ഓയിക് ആസിഡ് അതാണ് ആൽക്കനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, അവസാനം ഓയിക് ആസിഡ് വരും. ക്ലിയർ ആണോ? അതാണ് മക്കൾ ഇവിടെ പറയുന്നത്. ആൽക്കേൻ്റെ അകത്ത് ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ്, ആൽക്കനോയിക് ആസിഡ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് OH. നമുക്കറിയാം കാർബണിന് പ്രധാനമായും എത്ര ബോണ്ട് ഉണ്ട്? 4 ബോണ്ട് അല്ലേ? നോക്കി, 1 2 3. നാലാമത്തെ ഇവിടെ എന്ത് ചെയ്യാം? വേറെ ഒന്നെങ്കിൽ H വരാം, അല്ലെങ്കിൽ CH3 വരാം. മനസ്സിലായോ? പിന്നെ ശ്രദ്ധിക്കുക, ഒരിക്കലും ബ്രാഞ്ച് ആയിട്ട് ഒരിക്കലും എന്താണ് നമ്മുടെ ആസിഡ് വരൂല. ഇനി ഇതിന്റെ പേര് പറയുമ്പോൾ ആസിഡ് ആയിക്കോട്ടെ, ആൽഡിഹൈഡ് ആയിക്കോട്ടെ, കീറ്റോൺ ആയിക്കോട്ടെ, ഇവന്മാരുടെ പേര് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാർബൺ ആറ്റം എണ്ണണം. ഉദാഹരണം പറയാം, ഇവിടെ ഞാൻ H കൊടുത്തു അല്ലേ? ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 കാർബൺ ആറ്റം. അപ്പൊ അതിന്റെ പേര് മീത്തേൻ എന്നല്ലേ? മീത്തേൻ്റെ അകത്തുനിന്ന് ഈ അങ്ങ് കളയണം. ഈയെ കളഞ്ഞിട്ട് എന്ത് ചേർക്കണം? അവിടെ ഓയിക് ആസിഡ് ചേർക്കണം. മെഥനോയിക് ആസിഡ്. എന്താണ്? മെഥനോയിക് ആസിഡ്. മീഥേൻ്റെ അകത്തുനിന്ന് ഈ മാറി ഓയിക് ആസിഡ്, മെഥനോയിക് ആസിഡ്. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ എഴുതാലോ. നോക്കിയേ, ഇവിടെ നോക്കി, H ഞാൻ ഇങ്ങനെ എഴുതി. H പിന്നുള്ള എന്താണ്? COOH എന്ന് വരും അല്ലെ? COOH എന്ന് വരും. മെഥനോയിക് ആസിഡ് ഇതാണ് മക്കളെ ഉറുമ്പിൻ്റെ ആസിഡ് ഇല്ലേ? ഫോമിക് ആസിഡ്. ഇവനാണ് ഫോമിക് ആസിഡ്. മനസ്സിലായ? വേറെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. C ഡബിൾ ബോണ്ട് OH ഇവനല്ലേ നമ്മുടെ എന്താണ് കാർബോക്സിലിക് ആസിഡ്. 4 വരയല്ലേ വരിക കാർബണിന്? 1 2 3 വന്നു. ഞാൻ ഇവിടെ CH3 കൊടുത്തു. ഇനി പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ എന്ത് വായിക്കും? ഈത്തേൻ. ഈ മാറിയിട്ട് ഓയിക് ആസിഡ്. ഈ മാറിയിട്ട് ഓയിക് ആസിഡ്. അപ്പൊ എന്താ? ഈത്തേൻ്റെ അകത്തുനിന്ന് ഈ മാറിയിട്ട് ഓയിക് ആസിഡ് ചേർക്കാം.
അതാണ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് ഇതാണ് മക്കളെ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നമ്മുടെ വീട്ടിൽ വിനെഗർ ഇല്ലേ, വിനാഗിരി, വിനെഗർ അച്ചാറിൻ്റെ അകത്തൊക്കെ ഇടുന്ന വിനെഗറിന്റെ അകത്ത് ആസിഡ് എന്താണ്? എഥനോയിക് ആസിഡ്. അതാണ് അസറ്റിക് ആസിഡ്. അടുത്ത നമുക്ക് നോക്കാം. നോക്കിയേ, നിങ്ങൾ പറ CH3. മനസ്സിലായോ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? CH3 സി എഴുതി OOH എന്ന് കൊടുക്കാം. കണ്ടോ? ക്ലിയർ ആണല്ലോ? അടുത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയണം. അടുത്ത് CH3 CH2 COOH. പറ, ഇവിടെ എത്ര COH കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അതെന്താണ്? അത് കാർബോക്സിലിക് ആസിഡ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ കാണും, കണ്ട COOH. മനസ്സിലായോ? നോക്കിയേ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 ഉണ്ട്. 3 കാർബൺ ആറ്റം വന്നാൽ പ്രൊപ്പേൻ എന്ന് വരും. ഈ മാറി ഓയിക് ആസിഡ്. അപ്പൊ എന്താ? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് CH3 CH2 COOH. ഞാൻ പറഞ്ഞാണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഉള്ള കാർബണും നമ്മൾ എണ്ണം പറഞ്ഞു. 1 2 3 4 ആവുമ്പോൾ ബ്യൂട്ടേൻ. എന്താ? ബ്യൂട്ടനോയിക് ആസിഡ്. മനസ്സിലായോ? എല്ലാവർക്കും പഠിച്ചു വെച്ചോണം. അപ്പം നമ്മൾ 2 പഠിച്ചു. ഒന്നെന്താണ്? ആൽക്കഹോളും പഠിച്ചു. 2 കാർബോക്സിലിക് ആസിഡും പഠിച്ചു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്? ഈ 2 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ പഠിക്കാം. ഇങ്ങോട്ട് ഓക്കെ, നിങ്ങൾ കേട്ട് കാണും MSG. എന്താണ് പറ? MSG, മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ്. ഇതാണ് അജനോമോട്ടോ എന്ന് പറയുന്നത്. ഈ അജനോമോട്ടോയാണ് മക്കളെ ഈ ഫുഡ് ഐറ്റത്തിലൊക്കെ ടേസ്റ്റ് വരാൻ ചേർക്കുന്ന കെമിക്കൽസ് ആണ് എന്ത്? അജനോമോട്ടോ. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. നിങ്ങളുടെ വീട്ടിൽ ഉപ്പില്ലേ? ഉപ്പ് കൂട്ട, വൈറ്റ് ക്രിസ്റ്റൽ ഇതും വെളുത്ത പരൽ കൂട്ടിരിക്കും. ഇതാണ് മക്കളെ MSG എന്ന് പറയുന്നത്, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. നമ്മൾ കഴിക്കുന്ന മാഗിയില്ലേ, നൂഡിൽസ്, അതിനകത്തൊക്കെ ഇത് ചേർത്തിട്ടുണ്ട്. ഇത് അമിതമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും മക്കളെ. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യാ? MSG എന്ന് വെച്ചാൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് മക്കളെ. ഇത് നോക്കിയാൽ കണ്ട, ഭക്ഷ്യവസ്തുക്കളിൽ പലപ്പോഴും വർധനമായി ചേർക്കുന്ന പദാർത്ഥമാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ഈ സംയുക്തം. ഇതൊരു ആസിഡാണ്, ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണം, സോഡിയത്തിന്റെ സോൾട്ട്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയത്തിന്റെ ലവണമാണ് എന്ത്? ഈ പറയുന്ന എന്താ? അജിനോമോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. എന്താണ്? ദിസ് കോമ്പൗണ്ട് ഈസ് ദ സോഡിയം സോൾട്ടോ ഗ്ലൂട്ടാമിക് ആസിഡ്. കണ്ട, സോഡിയം സോൾട്ടോ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഇതെന്താണ്? മണമൊന്നുമില്ല. എന്നാ വെളുത്ത പല രൂപത്തിൽ കാണപ്പെടുന്ന ഈ സംയുക്തം അജിനോമോട്ടോ എന്ന പേരിൽ നമ്മുടെ വിപണിയിൽ അറിയപ്പെടുന്നു. അജിനോമോട്ടോ ചേർത്ത ഫുഡെന്ന് എന്നെ കുഞ്ഞുങ്ങളെല്ലാം കേട്ട് കാണും. ഇത് അപകടമാണ്. അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാറ്റി ആസിഡ്. എന്താണ് ഫാറ്റി ആസിഡ് എന്ന് വെച്ചാൽ 12 അതിൽ കൂടുതലോ കാർബൺ ആറ്റമുള്ള ആസിഡുകളെ പറയുന്ന പേരാണ് ഫാറ്റി ആസിഡ്. ഓക്കെ അല്ലേ? നീളം കൂടിയ ആലിഫാറ്റിക്. എന്താ ഈ ആലിഫാറ്റിക്? ഒന്നുമില്ല, ഈ സ്ട്രേറ്റ് ചെയിനില്ലേ, ഇതാണ് ആലിഫാറ്റിക്. അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ സിംഗിൾ ആലിഫാറ്റിക് സ്ട്രേറ്റ് ചെയിൻ ആയിരിക്കും ആലിഫാറ്റിക്. അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ സിംഗിൾ ബോണ്ട് വരാം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരാം. അതാണ് നീളം കൂടിയ ആലിഫാറ്റിക് ചെയിനിൽ പൂരിതമോ അപൂർണമായ കാർബൺ ആറ്റങ്ങൾ, കാർബോക്സിലിക് ആസിഡുകൾ ആണ് ഫാറ്റി ആസിഡ്. ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ ഉദാഹരണം, നീളം കൂടി ഇങ്ങനത്തെ ചെയിൻ ആകാം, അവസാനം എന്താണ്? ആസിഡ് വരാം, COH വരാം. ഇതിൻ്റെ അകത്ത് ഡബിൾ ബോണ്ട് വരാം, ഇങ്ങനെ. മനസ്സിലായോ? ട്രിപ്പിൾ ബോണ്ട് വരാം, ഇങ്ങനെ. മനസ്സിലായോ?
അതാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പോയിന്റ്. കണ്ട, നീളം കൂടിയ ആലിഫാറ്റിക് ചെയിനുള്ള പൂരിതമോ സാച്ചുറേറ്റഡോ അൺസാച്ചുറേറ്റഡോ ആയ കാർബോക്സിലിക് ആസിഡ് ആണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നീളം കൂടുതലോ 12 അതിൽ കൂടുതലോ കാർബണാറ്റമുള്ള ആസിഡ് ആണെന്ത് ഫാറ്റി ആസിഡ് അല്ലേ. ഫാറ്റി ആസിഡ് ആർ ദ സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് വിത്ത് എ ലോങ് ആലിഫാറ്റിക് ചെയിൻ. ഇതിന് ഉദാഹരണമാണ് പാൽമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ് ഒക്കെ എന്താണ് നമുക്ക് ഒമേഗ, ഈ മത്തിക്കകത്തുള്ള ഒമേഗ ഫാറ്റി ആസിഡ്, ഫുഡ് ഐറ്റത്തിനകത്തുള്ള ഫാറ്റി ആസിഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഇതിന് ഉദാഹരണം എന്താ? പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, അതുകൂടെ എന്താണ് ഒമേഗ ഫാറ്റി ആസിഡ്. മനസ്സിലായോ? കണ്ണ നോക്കിയേ, പാൽമെറ്റിക് ആസിഡിനകത്ത് 16 കാർബണും സ്റ്റിയറിക് ആസിഡിനകത്ത് 18 കാർബണാറ്റവും ഉണ്ട്. ഞാൻ പറഞ്ഞു 12 അതിൽ കൂടുതലോ കാർബണാറ്റമുള്ള ആസിഡുകളാണെന്ത് ഫാറ്റി ആസിഡുകൾ. നമ്മൾ പറഞ്ഞ 2 എക്സാമ്പിൾ, ഒന്ന് പാൽമെറ്റിക് ആസിഡ് അതിനകത്ത് 16, സ്റ്റിയറിക് ആസിഡ് 18. ഓക്കെ അല്ലേ? ഫാറ്റി ആസിഡുകൾ ഒരുപാട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. സോപ്പ് നിർമ്മിക്കാൻ ഫാറ്റി ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡിറ്റർജന്റുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവ നിർമ്മിക്കാനൊക്കെ നമ്മൾ എന്താണ് ഫാറ്റി ആസിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? മക്കളെ കൂടെ വെക്കുക. ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണങ്ങളാണ് സോപ്പ്. ഫാറ്റി ആസിഡ്, ഈ പാൽമെറ്റിക് ആസിഡ് ഇല്ലേ, അതുകൂടാതെ ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണമാണ്, മെറ്റൽ സോൾട്ട് ആണ്. എന്ത് ഈ പറയുന്ന എന്താണ് സോപ്പ്. നമുക്കറിയാം നമ്മുടെ കുളിക്കുന്ന സോപ്പില്ലേ, കുളിക്കുന്ന സോപ്പിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലിയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്ന ബാത്തിങ് സോപ്പ്. എന്നാൽ വാഷിംഗ് സോപ്പ് ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഈ സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ഫാറ്റി ആസിഡിന്റെ മെറ്റൽ സോൾട്ട് ആണ്, ലോഹ ലവണമാണ്. അതായത് നോക്കിയേ സോപ്പ് ആർ ദ മെറ്റാലിക് സോൾട്ട് ഓഫ് എ ഫാറ്റി ആസിഡ്. കണ്ടോ, മെറ്റാലിക് സോൾട്ട് ഓഫ് എ ഫാറ്റി ആസിഡ്. മനസ്സിലായോ? നമുക്കറിയാം ഒമേഗ ഫാറ്റി ആസിഡിനെ കുറിച്ച് നമുക്കറിയാം. ഞാൻ പറഞ്ഞതാണ് ഈ മത്സ്യത്തിനകത്തുള്ള ഫാറ്റി ആസിഡ് ആണെന്ത് ഒമേഗ ഫാറ്റി ആസിഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഒന്നും കൂടെ പറയാം. എന്താണ് ഫാറ്റി ആസിഡ്? 12 അതിൽ കൂടുതലോ കാർബണാറ്റം അടങ്ങിയ ആസിഡുകളെ പറയുന്ന പേരാണ് ഫാറ്റി ആസിഡ്. പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒമേഗ ഫാറ്റി ആസിഡ്, ഇതെല്ലാം ഫാറ്റി ആസിഡ് ഉദാഹരണമാണ്. ഇനി ആൽക്കഹോളിന്റെ പേരെങ്ങനെ ഇടും? ആൽക്കേന്റെ അകത്തുനിന്ന് ഈ മാറി ഓള ചേർക്കുക, ആൽക്കനോൾ. എന്നാൽ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ആൽക്കേന്റെ അകത്ത് ഈ മാറിയിട്ട് ഓയിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? സെറ്റാണോ? സെറ്റ്. അടിപൊളിയായിട്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്. സി യു, ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ വണക്കം.